പ്രിയപ്പെട്ടവരെ, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനെതിരെ വീണ്ടും എൻ പ്രശാന്ത് IAS പക്ഷപാതപരമായി നടപടിയെടുക്കുന്നു എന്നാരോപിച്ച് എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു. ജയതിലകിനെതിരായ പരാതിയിൽ അന്വേഷണമില്ല, പക്ഷപാതപരമായിട്ടാണ് അന്വേഷണം നടന്നിരിക്കുന്നത്. ഇത് നേരിട്ട് ഹിയറിംഗ് നടത്തണം, ഹിയറിംഗ് റെക്കോർഡ് ചെയ്ത് സ്ട്രീമായി കാണിക്കണമെന്നും കത്തിൽ പറയുന്നു. കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. ജയതിലക് കെ ഗോപാലകൃഷ്ണനെതിരെയുള്ള പ്രശാന്തിന്റെ പരാതി അടിസ്ഥാനരഹിതമാണെന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞത് തള്ളിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ എൻ പ്രശാന്ത് ഇങ്ങനെയൊരു കത്ത് നൽകിയിരിക്കുന്നത്. TV പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, അങ്ങനെ ചീഫ് സെക്രട്ടറി പ്രശാന്ത് പോര് മുറുകുകയാണല്ലേ? അതെ, അതിന്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് അരുൺ. ശാരദാ മുരളീധരന് അയച്ച കത്തിൽ ശാരദാ മുരളീധരൻ എന്ന ചീഫ് സെക്രട്ടറി പക്ഷപാതപരമായി നിലപാടെടുക്കുന്നു, നടപടിയെടുക്കുന്നു എന്നുള്ളതാണ് പ്രശാന്ത് ഉന്നയിക്കുന്നത്. പ്രശാന്ത് നേരത്തെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ജയതിലകിനെതിരെയും നേരത്തെ മതാടിസ്ഥാനത്തിൽ ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ കെ ഗോപാലകൃഷ്ണൻ IASനെയും എതിരെ തെളിവുകൾ സഹിതം കൊടുത്ത പരാതികൾ, ആ പരാതികളിൽ ഒരു നടപടിയെടുത്തില്ല എന്ന് മാത്രമല്ല ഒരു അന്വേഷണവും നടത്തിയില്ല എന്നുള്ളതാണ് കത്തിൽ പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് താൻ കൊടുക്കുന്ന രേഖകളെല്ലാം അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഉള്ള ഹിയറിംഗ്, ആ ഹിയറിംഗ് ഓൺലൈനാക്കണം. ഈ ഓൺലൈൻ ഹിയറിംഗിൽ വെച്ച് എനിക്ക് എന്റെ കയ്യിലുള്ള തെളിവുകൾ കാണിച്ചു തരണം എന്നുള്ളതാണ് പ്രശാന്ത് കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. അരുൺ നേരത്തെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അതായത് ഇത് ഈ ഓൺലൈൻ ഹിയറിംഗ് ചട്ടവിരുദ്ധമല്ലേ എന്നുള്ളത്. ഓൺലൈൻ ഹിയറിംഗ് നടത്താൻ പാടില്ല എന്ന് ചട്ടത്തിലെവിടെയും ഇല്ല എന്നതാണ് മുതിർന്ന ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും നിയമം അറിയുന്ന അഭിഭാഷകൻ കൂടിയാണ് എൻ പ്രശാന്ത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നിയമപരമായ പ്രശ്നം ഇല്ലാത്ത രീതിയിലാണ് ഇതുവരെ പ്രശാന്തിന്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത് എന്ന ആത്മവിശ്വാസത്തിലാണ് പ്രശാന്ത് ഉള്ളത് എന്നാണ് ഓരോ ദിവസത്തെയും ഡെവലപ്മെന്റ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. നിലവിലെ സാഹചര്യം അനുസരിച്ച് കെ ഗോപാലകൃഷ്ണൻ IAS മതാടിസ്ഥാനത്തിൽ മല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് തെളിഞ്ഞു. അതിൽ പോലീസ് കൃത്യമായ റിപ്പോർട്ടും കൊടുത്തു, തെളിവ് നശിപ്പിച്ചു എന്ന് കണ്ടെത്തി. പക്ഷേ എന്നിട്ടും സർവീസിലേക്ക് തിരിച്ചെടുത്തു കെ ഗോപാലകൃഷ്ണനെ. ജയതിലകിനെതിരെ ഒരുപാട് തെളിവുകൾ സഹിതം പരാതി കൊടുത്തു, ഒരു നടപടിയും ചീഫ് സെക്രട്ടറി സ്വീകരിച്ചില്ല. ഈ ഘട്ടത്തിലാണ് പ്രശാന്ത് ഇങ്ങനെ ഒരു കത്തെഴുതാൻ തയ്യാറാകുന്നത്. പക്ഷപാതപരമായ നിലപാടാണ് ചീഫ് സെക്രട്ടറി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഒരു ഓൺലൈൻ ഹിയറിംഗ് തനിക്ക് വേണ്ടി ഏർപ്പാടാക്കണം എന്നുള്ളതാണ് പ്രശാന്ത് ആവശ്യപ്പെടുന്നത്. അരുൺ, ഓക്കെ, ഈ പോർ എവിടെ പോയി നിൽക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഒരു അയ്യപ്പനും കോശിയും കളിയായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്.